ഗിരേട്ടാ, ഇനി വെറുതെ പുറത്തുനിന്നൊന്നും ഭക്ഷണം കഴിക്കാൻ നിൽക്കണ്ട. ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ. ഞാൻ ലഞ്ച് തന്നുവിടാം. അല്ലെങ്കിൽ ഗിരിയണ്ണ ഉച്ച സമയത്ത് വീട്ടിലേക്ക് വന്നാ മതി. സൈറ്റ് ഇവിടെ നിന്ന് അധികം ദൂരെ അല്ലല്ലോ. അല്ല, ഗിരിയണ്ണ എന്താ വല്ലാതിരിക്കുന്നേ? അസുഖം വല്ലതും ഉണ്ടോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെന്തു പറ്റി? വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഗിരിയണ്ണ എന്നോട് തുറന്നു പറയണം. നമ്മൾ തമ്മിലെ രഹസ്യങ്ങൾ സൂക്ഷിക്കുമ്പോഴാ പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരാവുന്നത്. നടന്നത് മഞ്ജുവിൽ നിന്ന് മറച്ചു വെച്ചിട്ട് കാര്യമുണ്ടോ? അവളൊരു പോലീസുകാരിയാണ്. ഇന്നല്ലെങ്കിൽ നാളെ അവള് സത്യം എന്താണെന്ന് മനസ്സിലാക്കും. ആ സത്യം വേറെ ആരെങ്കിലും പറഞ്ഞ് അവൾ അറിയുന്നതിലും നല്ലത് ഞാൻ തന്നെ പറയുന്നല്ലേ. അങ്ങനെയാണെങ്കിൽ അവൾ എന്നോട് ക്ഷമിക്കാനുള്ള സാധ്യത കൂടുതലാ. ഇവളെത്ര വലിയ ശിക്ഷ തന്നാലും കുഴപ്പമില്ല. ഇവളും എന്റെ കുഞ്ഞും എന്നെ വിട്ടു പോകാതിരുന്നാൽ മാത്രം മതി. ഗിരേൺ എന്താ ആലോചിച്ച് നിൽക്കുന്നേ? എന്താ കാര്യമെന്ന് പറയാ. എല്ലാം തുറന്നു പറഞ്ഞാ മനസ്സിന് അത്രയും ആശ്വാസം കിട്ടും. അത് പിന്നെ മഞ്ജു, മോളെ, എഴുന്നേറ്റപ്പം മുതല് കൈക്ക് നല്ല വേദനയുണ്ട്. ആ കുഴമ്പെടുത്തോണ്ട് വന്ന് ഒന്ന് ഒഴിഞ്ഞു തരാവോ? അതിനെന്താ അമ്മേ, ഞാൻ ഇപ്പൊ തന്നെ കൊണ്ടുവരാം. എന്തായിരുന്നു നിന്റെ ഉദ്ദേശം? മഞ്ജുവിനോട് സത്യം എല്ലാം പറയാൻ ഒരുങ്ങുമായിരുന്നോ? അതെ, അവളെ അധികം നാള് പറ്റിച്ചു നടക്കാൻ പറ്റില്ലമ്മേ. എന്നാലും ഏതെങ്കിലും ഒരു ദിവസം അവള് സത്യമൊക്കെ മനസ്സിലാക്കും. അത് എന്നിൽ നിന്ന് തന്നെ ആവുന്നതല്ലേ നല്ലത്.